നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുകയാണ്. രാജ്യത്ത് മഴയും പൊടിക്കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം. പുറത്തിറങ്ങും മുൻപ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും NCM അറിയിച്ചു. ദുബായ്, അൽ ഐൻ, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. റേഡിയോകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളും റോഡിലെ ട്രാഫിക് സൈൻ ബോർഡുകളിലെ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. രാജ്യം ഔദ്യോഗികമായി അറിയിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തു. റാസൽ ഖൈമയിൽ കനത്ത മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ NCM പുറത്തുവിട്ടിരുന്നു. മഴയ്ക്കൊപ്പം ആലിപ്പഴവും പെയ്യുന്നതിനാൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾക്ക് സാധ്യതയുണ്ട്. മലഞ്ചെരുവുകളിലും വാദികൾക്ക് സമീപവും പോകരുത്. മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വെള്ളക്കെട്ടിന്റെ ആഴം അറിയാത്തതിനാൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നത് ഒഴിവാക്കണം. താഴ്വരകൾ, ഡാമുകൾ, വെള്ളം ഒഴുകിയിറങ്ങുന്ന മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകരുത് എന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങളുമായി ഇറങ്ങുന്നവർ വൈപ്പർ, ഹെഡ്ലൈറ്റ്, ടയർ എന്നിവ പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കണം. അമിത വേഗം പരമാവധി ഒഴിവാക്കുക. മുന്നിലുള്ള വാഹനവുമായി കൂടുതൽ അകലം പാലിക്കുക. നാളെ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. മേഘാവൃതമായ കാലാവസ്ഥയും ഇടിമിന്നലോട് കൂടിയ മഴയും ശനിയാഴ്ച വരെ UAE ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളായ ഫുജൈറയിലും അബുദാബി, അൽ ഐൻ എന്നിവിടങ്ങളിലെ തെക്കൻ പ്രദേശങ്ങളിലും. അതേസമയം സൗദിയിൽ ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി മഴയെത്തും. ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അസീർ, അൽബാഹ, ജിസാൻ, മക്ക എന്നിവിടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കും. റിയാദ്, കിഴക്കൻ പ്രവിശ്യ, തബൂക്ക്, നജ്റാൻ, മദീന എന്നിവിടങ്ങളിൽ നേരിയ തോതിൽ മഴയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയോടൊപ്പം പൊടിക്കാറ്റ്, ആലിപ്പഴ വർഷം എന്നിവയ്ക്കും സാധ്യതയുള്ളതായി കേന്ദ്രം അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.